എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏതാണ്ട് ഈ ഒരു സൈസിലുള്ള 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ നന്നായി കഴുകിയതിന് ശേഷം തൊലിയോട് കൂടി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് തൊലി കളയണം എന്നില്ല, തൊലിയോട് കൂടി എടുക്കുന്നതാണ് ഈ ഒരു അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുക. 3 പച്ചമുളക് ചെറുതായി മുറിച്ച് വയ്ക്കാം. 15 മുതൽ 20 വരെ വെളുത്തുള്ളി എടുക്കാം. 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചെറുതായി ഒന്ന് മുറിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കാം. ഇത് കശ്മീരി മുളക് പൊടിയാണ്. എരിവുണ്ടാവില്ല, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കടുകാണ്. 1/2 ടീസ്പൂൺ ഉലുവ വേണം. ഉലുവയുടെ അളവ് കൂടാൻ പാടില്ല, കൂടിയാൽ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. മാങ്ങയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. എരിവുള്ള മുളക് പൊടി മാത്രം ചേർക്കുന്നവരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ നല്ല എരിവ് കൂടുതലായിരിക്കും. 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കട്ടക്കായമാണെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കായപ്പൊടി തന്നെ ഇതിലേക്ക് ചേർക്കാം. കായപ്പൊടിയുടെ ടേസ്റ്റ് അച്ചാറിനൊരു നല്ല ഫ്ലേവറാണ് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നേരത്തെ എടുത്ത് വെച്ച 2 ടേബിൾ സ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി 2ആയിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇടാം. ഏകദേശം ഒരു 15 മുതൽ 20 വരെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും നേരത്തെ അരച്ച് കടുക് ഉലുവ മിക്സും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ ഒന്ന് കുറച്ച് വയ്ക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇതിങ്ങനെ വഴറ്റിയെടുക്കാൻ. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. വിനീഗർ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളം ചേർക്കണ്ട. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അധികം മധുരമൊന്നും ഉണ്ടാവില്ല. പുളിയും എരിവും ഒക്കെ ബാലൻസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കണം. അപ്പോഴേക്കും ഇത് നന്നായി ഒന്ന് മിക്സായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങും. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കുറവാണെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. പുളിയുടെ കാര്യം ഓരോരുത്തർ എടുക്കുന്ന മാങ്ങയിലും ഡിപ്പെൻഡ് ചെയ്യും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മാങ്ങയ്ക്ക് അധികം പുളിയില്ലാത്ത മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ പുളി ഇല്ലാത്തതുകൊണ്ട് ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇതിന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ തീയിൽ വെച്ച് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങും. തിളയ്ക്കുന്ന സമയത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഇതൊരു കുപ്പിയിൽ വെച്ച് കൊടുക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറോ കുപ്പിയിലോ ഇതിട്ട് വയ്ക്കാം. അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എടുത്ത സ്പൂൺ കൊണ്ട് എടുക്കാതിരിക്കുക. എടുക്കുന്ന സ്പൂണിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതെ നോക്കുക. ഈ അച്ചാർ തയ്യാറാക്കിയതിന് ശേഷം ഇത് അതേപടി അങ്ങ് മൂടി വെച്ചാൽ മതി. പിറ്റേ ദിവസം എടുത്ത് ഒരു കുപ്പിയിലാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും ഇത് നന്നായി പിടിച്ചും കിട്ടും. ആ ഒരു സമയത്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ അറിയാൻ പറ്റും. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.